യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 46 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. പോർഷൻ ഒന്നുകൂടെ പറയുന്നു. ആവർത്തനം 28 മുതൽ 31 വരെയും ലൂക്കോസ് 2-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പുതിയ നിയമത്തിൽ പാഠഭാഗത്തുള്ളതല്ല ഒരു സ്ത്രീക്കുണ്ടായിരുന്ന ഒരു രോഗം പഴയ നിയമ പാഠഭാഗത്ത് കാണാം. ഏതാണ് ആ രോഗം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ജ്വരം എന്നുള്ളതാണ്. ആവർത്തനം 28-ന്റെ 22-ലാണ് ആ ഉത്തരം കാണാൻ പറ്റുന്നത്. പത്രോസിന്റെ അമ്മാവി അമ്മയ്ക്ക് ജ്വരം ഉണ്ടായിരുന്നു. ലൂക്കോസ് 4-ാം അധ്യായം 39-ല് നമുക്ക് ഈ ആർക്കാണ് ഈ അസുഖം ഉണ്ടായിരുന്നെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പറയണമെന്നില്ല. നിങ്ങൾ ജ്വരം എന്നുള്ള ഉത്തരം, അതിന്റെ റെഫറൻസ് എന്നുള്ളത് ആവർത്തനം 28-ന്റെ 22 വാക്യം എന്നുള്ളതാണ് ഉത്തരം അയക്കേണ്ടത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: കൂടെ സഞ്ചരിച്ചവർ എന്നർത്ഥം വരുന്ന ഒരു പദം ഏത്? അതിന്റെ ഉത്തരം സഹയാത്രക്കാർ എന്നുള്ളതാണ്. ലൂക്കോസ് 2-ന്റെ 44-ലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: കൂടാര കവാടത്തിന്റെ മുകളിൽ നിന്നത് എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം മേഘസ്തംഭം എന്നുള്ളതാണ്. ആവർത്തനം 31-ന്റെ 15-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: യഹോവ ഇസ്രായേലിന്റെ മുൻപിൽ വച്ചിരിക്കുന്നത് എന്തെല്ലാം എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഗുണവും ദോഷവും എന്നുള്ളതാണ്. ആവർത്തനം 30-ന്റെ 15, 19 വാക്യങ്ങളിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പാഠഭാഗത്തിലെ ഒരു വാക്യത്തിൽ കാണുന്ന ഒരു രോഗത്തെയും ആ രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങളും കാണാം. എന്നാൽ ഇതേ രോഗം ഇതേ ശരീരഭാഗങ്ങളിൽ ബാധിച്ച ഒരു വ്യക്തി ബൈബിളിലുണ്ട്. രോഗം ഏത്, ശരീരഭാഗങ്ങൾ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം രോഗം പരുക്കൾ എന്നുള്ളതാണ്. ശരീരഭാഗം ഉള്ളങ്കാൽ മുതൽ നെറുക വരെ എന്നുള്ളതാണ്. രോഗം ബാധിച്ച വ്യക്തി യോബാണ്. അപ്പോൾ ഉത്തരം പരുക്കൾ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ എന്നുള്ളതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് ആവർത്തനം 28-ന്റെ 35-ാമത്തെ വാക്യത്തിലാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. അപ്പോൾ അടുത്ത പോർഷൻ പറയുന്നു. ആവർത്തനം 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളും യോശുവ 1-ാം അധ്യായം, അതുപോലെ ലൂക്കോസ് 3-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാവരും ഈ പോർഷൻ നല്ലപോലെ വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.